മുന്നിൽ ഏറ്റവും വലിയ ഒരു ചോദ്യമാണ്. 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ക്വസ്റ്റ്യനാണ്, എന്താണ് ഇനി അടുത്തത് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഒത്തിരി അധികം കോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ 2010 MBAക്ക് പോകുന്ന സമയത്ത് ഐമെയിൽ നിന്ന് വന്ന ഒരു ബ്രൗഷർ മാത്രമായിരുന്നു എനിക്കുള്ള ഹെൽപ്പ് എന്ന് പറയുന്നത്. അതിനകത്തിൽ ഒരു 500 കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ട്. ആ കോളേജുകളുടെ ഇൻഫർമേഷൻ എടുത്ത് അതിൽ അപ്ലൈ ചെയ്യുക എന്നത് മാത്രമായിരുന്നു. 2010 നിന്ന് 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വളരെയധികം ഓപ്ഷൻസും വളരെയധികം ഫെസിലിറ്റികളും തരുന്ന ഒരുപാട് കോളേജുകളും ഒരുപാട് കോഴ്സുകളുമാണ് ഇന്ന് ലോകത്തിലുള്ളത്. നമ്മൾ ഇന്ന് കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമുദായം വളരെ വ്യത്യാസമാണ്. ബാംഗ്ലൂരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഒത്തിരി വ്യത്യാസമാണ്. സോ ഞാൻ ബാംഗ്ലൂരിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ജസ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് യൂണിവേഴ്സിറ്റികൾ, പല ടൈപ്പ് യൂണിവേഴ്സിറ്റികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും അറിയാവുന്ന യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ കാലിക്കറ്റ് മേഖലയിലുള്ളവരായതുകൊണ്ട്. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് എയ്ഡഡ് യൂണിവേഴ്സിറ്റിയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ 4 ടൈപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ്, ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഈ 4 യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് സ്വയം പ്രഖ്യാതമായിട്ടുള്ള കോളേജുകളിൽ വേണം നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കാൻ. ഈ പറയുന്ന പ്രോഗ്രാമുകളെല്ലാം തന്നെ ഒന്നുകിൽ AICTE അല്ലെങ്കിൽ UGC റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ അതായത് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള അഫിലിയേറ്റഡ് പ്രോഗ്രാം ആയിരിക്കണം എന്നുള്ളതും നിങ്ങൾ ഏറ്റവും പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നത് ജനറലാണ്. ബാംഗ്ലൂർ വനസ്ബിയെ പറ്റി മാത്രമല്ല, ഞാൻ ജനറലായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ വൺ സ്കൂൾ ഓഫ് ബിസിനസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബാച്ചിലർ ഡിഗ്രി UG പ്രോഗ്രാം ഉണ്ട്. BBA ഏവിയേഷൻ, BCA പ്രോഗ്രാം, MBA ഉണ്ട്, PhD പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന സെഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നാണ്. നമുക്ക് 60% കുട്ടികൾ കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് കുട്ടികൾ ബാംഗ്ലൂരേക്ക് വരുന്നതിന്റെ പ്രധാന റീസൺ എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഒരു പ്രധാന റീസൺ? ആരെങ്കിലും ഒരാൾ? ഇംഗ്ലീഷ് പഠിക്കാൻ ആണോ? ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ. ഞാൻ ഇത്രയും 15 വർഷത്തിനിടയിൽ സർവീസിനൊക്കെ ഞാൻ ആരോട് കേരളത്തിൽ നിന്ന് വന്നത് ചോദിച്ചാൽ ഒരു ആൻസർ ആണ്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം. ഇപ്പൊ ഞാൻ അവരോട് പറയുന്ന ചോദ്യം, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയാൽ പോരെ? എന്തിനാ ബാംഗ്ലൂർ വരെ ഒന്ന് ടിക്കറ്റ് എടുത്ത് കാശ് തരാൻ കളയുന്നത്? ഇപ്പൊ ബാംഗ്ലൂർ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യല്ല. എവിടെ ഉണ്ടൊരു മലയാളി നിങ്ങൾ അന്വേഷിച്ചു പോകും. ആരാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മലയാളി ഏതെന്നായിരിക്കും നിങ്ങൾ നോക്കുക. അപ്പം ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട റീസൺ. ബാംഗ്ലൂരിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ്. ബാംഗ്ലൂര് നമ്മുടെ UGC സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കൂടാതെ, എയ്ഡഡ് കോഴ്സുകൾ കൂടാതെ നിങ്ങൾക്ക് ഒത്തിരി ആഡ് ഓൺ കോഴ്സുകൾ തരും. നമ്മളിപ്പോ കടയിൽ പോയാൽ നമ്മൾ നോക്കുന്നത് എന്താ? ഏറ്റവും വില കുറഞ്ഞ ഓഫറിൽ ഏത് സാധനം കിട്ടുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓഫർ ഇല്ലാത്ത ഏക സാധനമായിരുന്നു വിദ്യാഭ്യാസം. ഇപ്പൊ വിദ്യാഭ്യാസത്തിന് ഓഫറാണ്. BBA വിത്ത് സർട്ടിഫിക്കേഷൻ, ലോജിസ്റ്റിക്, ഏവിയേഷൻ, അത് ഇത് കണ്ടമാനം സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഏറ്റവും ചെലവ് ചുരുങ്ങി ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന നമുക്ക് നോക്കുന്നത്. അപ്പൊ അങ്ങനെ മാത്രം നോക്കാതെ കോളേജിന്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ല വിദ്യാഭ്യാസം, അതായത് പ്രോപ്പറായിട്ട് റെഗുലർ ക്ലാസ്സുകൾ റൺ ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, നല്ല രീതിയിലുള്ള പാസിംഗ് പെർസെന്റേജ് എവിടെയുണ്ടെന്ന് നോക്കുക. ഏറ്റവും പ്രധാനം പ്ലേസ്മെന്റ്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കുന്നതെല്ലാം എന്തിനാ? ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഈ മുടക്കുന്ന കാശ് തിരിച്ച് നമുക്ക് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുമോ ഇല്ലെന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലേസ്മെന്റ് നല്ല രീതിയിൽ തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇതിന്റെ എല്ലാം ഒരു നിങ്ങൾക്ക് പല ഡിഫറെന്റ് മേഖലകളെ പറ്റി നിങ്ങൾക്ക് അവർക്ക് ഒരു ക്ലാസ് എടുക്കും. അപ്പം ഈ BBA മാത്രമല്ല, സയൻസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകുന്നു, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് പോകുന്നു, മെഡിക്കൽ സ്ട്രീമിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. ഇവിടെ എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ചിന്താഗതിയാണ്, +2 കഴിഞ്ഞ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജോലിയുള്ളൂ, നമുക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉള്ളൂ എന്ന്. അല്ല, അതുകൂടാതെ ഒട്ടനവധി കോഴ്സുകൾ ഇപ്പം അവൈലബിൾ ആണ്. നിങ്ങൾ അതിനെപ്പറ്റി എല്ലാം എക്സ്പ്ലോർ ചെയ്യുക. ഒരിടത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പലയിടത്തും അന്വേഷിക്കുക, പലതിനെ പറ്റിയും എക്സ്പ്ലോർ ചെയ്യുക. കഴിവതും ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു ട്രെൻഡാണ് ഇപ്പം ഇവിടെ എഡ്യൂക്കേഷൻ. അദ്ദേഹം പറഞ്ഞു കൺസൾട്ടൻസ് എന്ന് പറഞ്ഞു. ഞാൻ കൺസൾട്ടൻസ് ഞാൻ പറയില്ല, ഇവര് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അതായത് ഒരു ബാംഗ്ലൂരുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അവര്. പണ്ടൊക്കെ അതൊന്നും ഇല്ല. പണ്ട് എവിടെയെങ്കിലും ഒരു ഓഫീസ് ഉണ്ടാവും, അവിടെ പോയി അഡ്മിഷൻ എടുക്കും, കഴിഞ്ഞു. ഇന്നങ്ങനല്ല. നിങ്ങളുടെ A-to-Z കാര്യങ്ങളിൽ കോളേജിന്റെ ഉത്തരവാദിത്വം പോലെ തന്നെ ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവര് കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് ഇതുപോലൊരു വലിയ ഓർഗനൈസേഷനിൽ അവര് വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്.
ഇവിടെയുള്ള എല്ലാ കൺസൾട്ടൻസും അതായത് കോളേജിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളെ പോലെ തന്നെ അവർക്കും നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ ഈ പരിപാടി കഴിയുന്നത് വരെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിനെ കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയം, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. ഞാൻ ഈ ഒരു വേദി തന്നതിന് ഞാൻ വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുന്നു.